وما النصر إلا من عند الله العزيز الحكيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه ومن اتبع هداه إلى يوم الدين. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അൽ ഫീൽ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അൽ ഫീൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആന എന്നാണ്. ഈ സൂറത്ത് മക്കിയായ സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതാണ്. 5 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം طيرا അബാബീൽ ترميهم بحجارة من سجيل فجعلهم كعصف مأكول. അൽഫീൽ എന്നാണ് സൂറത്തിൻ്റെ പേര്. ലാമിലാണ് ആയത്തുകളൊക്കെ അവസാനിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുകയാണ്, അലം തറ, നീ കണ്ടില്ലേ, കൈഫ ഫഅല, നിന്റെ റബ്ബ് എന്താണ് പ്രവർത്തിച്ചതെന്ന്, എന്ത് ചെയ്തുവെന്ന്. കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, ആനയുടെ ആളുകളെ. ബി അസ്ഹാബ്, സാഹിബുൽ ബൈത്തറ, വീട്ടുകാരൻ. സാഹിബുൽ അസയ്യാറ എന്ന് പറഞ്ഞ ആ കാറിൻ്റെ ആൾ. അസ്ഹാബ് സാഹിബിൻ്റെ ബഹുവചനമാണ് അസ്ഹാബ്. അസ്ഹാബുൽ ഫീൽ, ആനയുടെ ആളുകളെ നിന്റെ റബ്ബ് എന്തു ചെയ്തുവെന്ന് നീ കണ്ടില്ലേ. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ, അലം യജ്അൽ, അവൻ ആക്കി തീർത്തില്ലേ എന്ന് പറഞ്ഞാൽ നിന്റെ റബ്ബ് ആക്കി തീർത്തില്ലേ. കൈദഹും, കെയ്ദ് തന്ത്രം, കുതന്ത്രം എന്നൊക്കെയാണ് കെയ്ദിൻ്റെ അർത്ഥം. കെയ്ദഹും, അവരുടെ തന്ത്രത്തെ അവൻ അഥവാ നിന്റെ റബ്ബ് ആക്കി തീർത്തില്ലേ. ഫീ തദ്ലീൽ, ദലാലത്ത്, പിഴവിലാക്കി തീർത്തില്ലേ, അവനത് പൊളിച്ചു കളഞ്ഞില്ലേ. വഅർസല അലൈഹിം طيرا അബാബീൽ, വഅർസല, അവൻ അയച്ചില്ലേ. അലം എന്ന് വന്നതാണ്. വഅർസല, അവൻ അയച്ചു. അലൈഹിം, അവർക്കുമേൽ طيرا, പക്ഷികളെ. എങ്ങനത്തെ പക്ഷികളാണ്? അബാബീൽ, അബാബീൽ പക്ഷികളെ. അബാബീൽ എന്ന് പറഞ്ഞാൽ സംഘം സംഘമായി, വ്യത്യസ്ത സംഘങ്ങളായി പറക്കുന്ന പക്ഷികൾ. തർമീഹിം, ആ പക്ഷികൾ എറിയുകയാണ്. റമ, എറിഞ്ഞു. റമ, എറിഞ്ഞു. ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടാണല്ലോ, വമാ റമൈത ഇദ് റമൈത വലാകിന്ന അല്ലാഹ റമാ, നീ എറിഞ്ഞ സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ നീയല്ല എറിഞ്ഞത്, അള്ളാഹുവാണ് എറിഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിൽ മുശ്രിക്കുകൾക്ക് നേരെ കുറച്ച് മണ്ണെടുത്തിട്ട് ഇങ്ങനെ ഷാഹത്തിൽ ഉജു എന്ന് പറഞ്ഞെറിഞ്ഞപ്പോൾ എല്ലാവരുടെയും കണ്ണിൽ ആ മണ്ണ് പതിച്ചു എന്നതാണ് ആയത്തിറങ്ങാനുള്ള സന്ദർഭം. നീയല്ല എറിഞ്ഞത്, അള്ളാഹുവാണ് എറിഞ്ഞത്. അതിൻ്റെ മുദാരിയാണ് യർമി. തർമീഹിം, പക്ഷികൾ അവരെറിയുകയാണ്. ബിഹിജാറത്തിൻ, കല്ലുകൊണ്ട്. എങ്ങനത്തെ കല്ലാണ്? മിൻ സിജ്ജീൽ, സിജ്ജീലിൽ നിന്നുള്ള ചുട്ടുപഴുപ്പിച്ച കളിമണ്ണിൻ്റെ ഇഷ്ടിക കല്ലുകൾ. അതുകൊണ്ട് പക്ഷികൾ അവരെ എറിയുകയാണ്. ഫജഅലഹും, അങ്ങനെ ജഅലഹും, അള്ളാഹു അവരാക്കി തീർത്തു. കാസ്ഫിൻ, ആസ്ഫ് പോലെ, വൈക്കോല് പോലെ, അല്ലെങ്കിൽ ചെടിയുടെ ഇലകൾ പോലെ. മഅ്കൂൽ,
തിന്നു തീർത്ത ഇലകൾ പോലെ, തിന്നു തീർത്തതിൻ്റെ അവശിഷ്ടം ഉണ്ടാവില്ല, അതുപോലെ തിന്നു തീർത്ത വൈക്കോൽ പോലെ ചണ്ടികളാക്കി അള്ളാഹു അവരെ മാറ്റി തീർത്തു. ഈ സൂറത്ത് ഒന്ന് ഓതുക. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك ألم تر كيف فعل ربك بأصحاب الفيل بأصحاب الفيل. ألم تر كيف فعل ربك بأصحاب الفيل ألم تر كيف فعل ربك بأصحاب الفيل. ألم يجعل كيدهم في تضليل ألم يجعل كيدهم في تضليل. ألم يجعل كيدهم في تضليل ألم يجعل كيدهم في تضليل. وأرسل عليهم طيرا أبابيل وأرسل عليهم طيرا أبابيل. وأرسل عليهم طيرا أبابيل وأرسل عليهم طيرا أبابيل. ترميهم بحجارة من سجيل ترميهم بحجارة من سجيل. فجعلهم كعصف مأكول فجعلهم كعصف مأكول. ترميهم بحجارة من سجيل ترميهم بحجارة من سجيل. فجعلهم كعصف مأكول وجعلهم كعصف مأكول. ألم ترى همزة ആദ്യം അ ഹ എന്ന് വരുന്നതിൻ്റെ ആ സ്ഥാനത്ത് നിന്നാണ് അ ഹ അ. മലയാളത്തിൽ ആ അല്ല, അത് വേറെയാണ്. അ അലം തറ റ എന്നാണ്. റ അലം തറ കൈഫ, കാഫും കാഫും മാറിപ്പോകരുത്. കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. സാദും ഹാഉം ഒരുമിച്ച് വന്നാൽ ഉച്ചരിക്കാൻ മലയാളം സംസാരിച്ച് ശീലിച്ചവർക്ക് പ്രയാസമാണ്. ബി അസ്ഹാബിൽ ഫീൽ, ബി അസ്ഹാബിൽ ഫീൽ, സാദ് ഹ. അലം യജ്അൽ കൈദഹും, അലം യജ്അൽ കൈദഹും ഫി തദ്ലീൽ. ബാദ് 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 എന്നത് അറബി ഭാഷയുടെ മുഖമുദ്രയായ അക്ഷരമാണെന്ത്? ബാദ്. ബാദിന്റെ ഭാഷയാണെന്ത്? അറബി. ഏത് അക്ഷരത്തിന്റെ ഭാഷയാണ്? ബാദിന്റെ. ബാദ് ബാദ് ശ്രദ്ധിക്കണം. ബാദ് തദ്ലീൽ. വഅർസല അലൈഹിം തയ്റൻ, അവിടെ ഇൽഹാർ ചെയ്ത് ഉച്ചരിക്കണം, വ്യക്തമാക്കി. തയ്റൻ എന്ന തൻവീനിനെ വ്യക്തമാക്കി ഉച്ചരിക്കണം. തയ്റൻ അബാബീൽ. തർമീഹിം, തർമീഹിം എന്നതിൻ്റെ അതിലെ അവസാനത്തെ സുക്കൂൻ ചെയ്ത മീമും ബിഹിജാറത്തിൻ എന്നതിലെ ബാഉം, ആദ്യത്തെ ബാഉം. അപ്പോൾ തർമീഹിം ബി, തർമീഹിം ബിഹിജാറ, ബിഹിജാറത്തിൻ. തൻവീനും മീമും മീമിലേക്ക് ലയിപ്പിച്ച് ഉച്ചരിക്കുക. ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. അവിടെ മിൻ എന്നത് അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അൽ ഇഖ്ഫാഉ ബിഗുന്ന. മിൻ സിജ്ജീൽ എന്ന്. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, കഅസ്ഫിൻ മഅകൂൽ. ഇത്രയും കാര്യങ്ങൾ ഓതുമ്പോൾ ശ്രദ്ധിക്കണം. ഖാരികളുടെ, പ്രശസ്തരായ ഹറമിലൊക്കെ ഇമാമത്ത് നിൽക്കുന്ന ആളുകളുടെ ഖിറാഅത്ത് കേട്ട് പഠിക്കണം. ഖിറാഅത്ത് അള്ളാഹുവിൻ്റെ കലാമാണ്.
അത് നന്നായി ഓതാൻ നമ്മൾ പഠിക്കണം. അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. വറത്തിലൽ ഖുർആന തർത്തീല. ശ്രദ്ധിക്കുക. ഈ സൂറത്ത് നമുക്കേവർക്കും അറിയാവുന്നതുപോലെ വളരെ മഹത്തായ ഒരു സംഭവത്തെ സൂചിപ്പിക്കുന്ന സൂറത്താണ്. എന്താണ് ആ സംഭവം? ആനക്കലഹം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പണ്ടേ പഠിച്ചിട്ടുള്ള ആ കാര്യം. കാബ പൊളിക്കുവാൻ വേണ്ടി ഒരു രാജാവ് വന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ അയാളെയും ആ സൈന്യത്തെയും നശിപ്പിച്ചു. ഇതാണ് ആ സംഭവം. ഇമാം അല്ലാമ മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ നിന്ന് ഞാൻ വായിക്കാം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. നിന്റെ റബ്ബ് ആനക്കാരെ എന്ത് ചെയ്തു എന്ന് നീ കണ്ടില്ലേ? യുഖാതിബു അല്ലാഹു തആല അൻ-നബിയ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്യുന്നു. ഔ യുഖാതിബ് കുല്ല മൻ യസിഹു തൗജീഹ അൽ-ഖിതാബ് ഇലൈഹി. അല്ലെങ്കിൽ അഭിസംബോധന ശരിയാകുന്ന എല്ലാവരെയും, അഭിസംബോധന ബാധകമാക്കാവുന്ന എല്ലാവരെയും അവരോട് അല്ലാഹു പറയുകയാണ്. ഫഅലൽ അവൽ, ഒന്നാമത് പറഞ്ഞത് പ്രകാരം റസൂലിനെ അഭിസംബോധന ചെയ്യുന്നു എന്ന് പറഞ്ഞത് പ്രകാരം ഖിതാബു നബി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം ഖിതാബുൻ ലഹു വലിൽ ഉമ്മ. റസൂലുള്ളാഹിനോടുള്ള അഭിസംബോധന റസൂലുള്ളാഹിക്ക് ബാധകമാണ്, നബിയുടെ ഉമ്മത്തിനും ബാധകമാണ്. അലം തറ, നീ കണ്ടില്ലേ എന്ന് ചോദിച്ചാൽ ഉമ്മത്തിനോടുമാണ്. ലിഅന്ന ഉമ്മതഹു താബിഅത്തുൻ ലഹു, കാരണം നബിയുടെ ഉമ്മത്ത് നബിയുടെ പിൻപറ്റിയവരാണ്, നബിയുടെ പിന്നാലെയുള്ളവരാണ്. വഅല സാനി, രണ്ടാമത് പറഞ്ഞത് പ്രകാരം എല്ലാവർക്കുമാണ് എന്ന് പറഞ്ഞത് പ്രകാരം യകൂനുൽ ഖിതാബ് ആമുൻ ലഹു വലി ഉമ്മതിഹി ഇബ്തിദാഅൻ. നബിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആദ്യം അത് നബിയോടാണ്, പിന്നെ അത് ഉമ്മത്തിനോടാണ്. അതല്ല എല്ലാവരോടാണെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും എല്ലാവരും പെട്ടു. വഅലാ കുല്ലിൻ, ഏതുമാകട്ടെ, ഫഇന്ന അല്ലാഹ തആല യുഖർറിർ മാ ഫഅല സുബ്ഹാനഹു വതആല ബിഅസ്ഹാബിൽ ഫീൽ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇവിടെ ഉറപ്പിച്ച് വ്യക്തമാക്കി സൂചിപ്പിക്കുന്നത് അസ്ഹാബുൽ ഫീലിനെ അവൻ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചാണ്. അവൻ എന്തു ചെയ്തു എന്നതാണ്. അസ്ഹാബുൽ ഫീൽ, അസ്ഹാബുൽ ഫീൽ എന്ന് പറഞ്ഞാൽ ഇനി ആ ചരിത്രമാണ് പറയുന്നത്, ശ്രദ്ധിക്കണം. അസ്ഹാബുൽ ഫീൽ ഹും അഹ്ലുൽ യമൻ. അവരാരായിരുന്നു? യമനിൽ നിന്ന് വന്ന ആളുകളായിരുന്നു. അല്ലദീന ജാഉ ലിഹദ്മിൽ കഅബ. അവരെന്തിനാണ് വന്നത്? കഅബ തകർക്കാൻ, കഅബ പൊളിക്കാൻ വേണ്ടി വന്ന ആളുകളാണ്. ബിഫീലിൻ അളീമിൻ, വലിയൊരു ആനയെയും കൊണ്ട്, വലിയൊരു ആനയുമായി കഅബ പൊളിക്കാൻ വന്ന ആളുകളാണ്. തഫ്സീറിൽ, പഴയകാല തഫ്സീറുകളിൽ പല പല ചരിത്രങ്ങൾ, പലതും കഥകളാണെന്ന് പറയാൻ പറ്റുന്ന നിലക്കുള്ളതാണ് ഈ വിഷയത്തിൽ കാണാം. അതിൽ ഷേഖ് പറഞ്ഞെടുത്ത് നമ്മൾ നിൽക്കുകയാണ്, ഒരുപാട് കഥകളിലേക്ക് പോകാതെ അവിടെ നിൽക്കുകയാണ്. കാരണം പലതും സിഹത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ബിഫീലിൻ അളീമിൻ അർസലഹു ഇലൈഹിം മലിക്കുൽ ഹബശ. അബിസീനയിലെ രാജാവാണ്. ഇവർ തമ്മിൽ ഐക്യത്തിലായിരുന്നു. അബിസീനയിലെ, ഹബശയിലെ, അഥവാ ഇന്നത്തെ എത്യോപ്യയിലെ രാജാവും യമനിലെ രാജാവും അവർ തമ്മിൽ ഐക്യത്തിലായിരുന്നു. ക്രിസ്ത്യാനികളാണല്ലോ രണ്ടും ക്രിസ്ത്യാനികളാണെന്നാണ് പറയപ്പെടുന്നത്. അല്ലാഹു ആലം. ഹബശയിലുണ്ടായിരുന്ന നജ്ജാശി എന്ന് പറഞ്ഞാൽ അവരുടെ പരമ്പരയുടെ പേരാണ്, ഞാൻ മുമ്പേ പറഞ്ഞതാണ്. രാജാക്കന്മാരുടെ പരമ്പരയുടെ പേരാണത്. അതിലൊരാളാണ് മുസ്ലിമായത്. ഫിറൗൻ പോലെ, ഫിറൗൻ അങ്ങനെയാണല്ലോ, 1, 2, 3 അങ്ങനെ കുറേ എണ്ണമുണ്ട്. ഈ ഹബശയിലെ രാജാവ് അയച്ചു കൊടുത്തതാണത്ര ഈ യമന് രാജാവിന് ഈ ആനയെ, അയാൾ അയച്ചു കൊടുത്താണത്ര. വസബബു ദാലിക്, ഇങ്ങനെ ഈ കഅബ തകർക്കാൻ വേണ്ടി ഇവർ വന്നതിനൊരു കാരണമുണ്ടായിരുന്നു.
എന്താണ് അതിന്റെ കാരണം? അന്ന മലികൽ യമൻ, യമനിലെ രാജാവ് അറാദ അൻ യസുദ്ദ അന്നാസ അനിൽ ഹജ്ജ് ഇലൽ കഅബ, അയാൾ കഅബയിലേക്ക് ഹജ്ജിന് വരുന്നത് തടയാൻ തീരുമാനിച്ചു. എന്തിനാണ് തടഞ്ഞത്? ബൈത്തുല്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിന്റെ ഭവനമായ കഅബയിലേക്ക് വരുന്നതിനെ. ഫബന ബൈതൻ യുഷ്ബിഹുൽ കഅബ, അയാൾ വേറൊരു ആരാധനാലയം ഉണ്ടാക്കി, കഅബയെ പോലെയുള്ളത്, കഅബയെ പോലത്തെ ഒന്ന് ഇയാൾ അയാളുടെ നാട്ടിലുണ്ടാക്കി. വദഅ അന്നാസ ഇലാ ഹജ്ജിഹി ലിയസുദ്ദഹും അൻ ഹജ്ജി ബൈത്തില്ലാഹ് ഫഗളിബ ലിദാലിക അൽഅറബ്. അയാൾ അങ്ങനെ ഒരു ആരാധനാലയം ഉണ്ടാക്കി. അയാൾ പറഞ്ഞു, ഇനി മുതൽ ഹജ്ജ് എവിടെ? ഞാൻ ഉണ്ടാക്കിയ ഈ സ്ഥലത്തേക്ക് വരണം, ഇനി കഅബത്തേക്ക് മക്കത്തേക്ക് പോകാൻ പറ്റൂല എന്ന് അയാളങ്ങ് പ്രഖ്യാപിച്ചു. ഫഗളിബ ലിദാലിക അൽഅറബ്, അറബികൾക്കിത് അവർക്ക് ദേഷ്യം ഉണ്ടായി, അവർക്കത് പിടിച്ചില്ല, അവർക്ക് കോപം വന്നു. കാരണം അവരുടെ അഭിമാനമാണിത് കഅബ, അവർക്കതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ വേറെയുണ്ട് പല നിലക്കും. അതുകൊണ്ട് അവർക്ക് അതിൽ ദേഷ്യമുണ്ടായി. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? ഈ അറബികളിൽ ഒരാൾ വദഹബ റജുലുൻ മിൻഹും ഇലാ ഹാദൽ ബൈത്ത് അല്ലദീ ജഅലഹു മലികുൽ യമൻ ബദലൻ അനിൽ കഅബ, കഅബക്ക് പകരം ഈ യമനിലെ രാജാവ് ഉണ്ടാക്കിയ ഈ ആരാധനാലയത്തിലേക്ക് ഒരറബി അങ്ങോട്ടേക്ക് പോയി. അയാൾ അങ്ങോട്ടേക്ക് പോയി പാത്തും പതുങ്ങി അതിൻ്റെ അകത്ത് കയറി എന്ത് ചെയ്തു? അതിൽ വിസർജനം നടത്തി, മലവിസർജനം നടത്തിയെന്നാണ്. വലതഖ ജുദ്റാനഹു ബിൽ ഖദർ, അതിൻ്റെ മതിലൊക്കെ ഇയാൾ വൃത്തികേടുകൾ പുരട്ടി. ഈ അറബി കഅബ പൊളിക്കാൻ വേണ്ടി ഇയാൾ ഇങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ അയാളുടെ ഉണ്ടാക്കിയ ആരാധനത്തെ അപമാനിക്കാൻ വേണ്ടി അറബികളുടെ ഒരുത്തിന് അങ്ങോട്ടേക്ക് പോയി ഈ പണി ചെയ്തു. ഫഗളിബ മലികുൽ യമൻ ഗൾബൻ ഷദീദ, ഈ മലിക്ക് അയാൾക്ക് ഇത് വിവരം കിട്ടുകയുണ്ടായി. ആളുകൾ പറഞ്ഞു കൊടുത്തു, ഇത് അറബികളുടെ ഒരുത്തം വന്ന് ചെയ്തതാണ്, അവരുടെ ബൈത്തിൽ നിന്ന് നിങ്ങൾ ആളുകളെ തടഞ്ഞ് അതിന് അതുപോലൊന്നും ഉണ്ടാക്കി നിങ്ങൾ ചെയ്ത കാരണത്താൽ എന്ന് മലിക്കിനെ ഈ രാജാവിനെ അറിയിച്ചു കൊടുത്തു. അയാൾക്ക് അതികഠിനമായ ദേഷ്യമുണ്ടായി, അയാൾ കോപിഷ്ഠനായി. വഅഖ്ബറ മലികൽ ഹബ്ശ ബിദാലിക്, അയാൾ എന്ത് ചെയ്തു? കഅബ പൊളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ബൈത്ത്, ഞാൻ ഉണ്ടാക്കിയ ആരാധനാലയം അവരെ വൃത്തികേടാക്കാനോ? അവരുടെ കഅബ ഞാൻ പൊളിക്കും എന്ന് അയാൾ തീരുമാനിച്ചു. മാത്രമല്ല, ഈ വിവരം ഇയാളുമായി സഖ്യത്തിലുണ്ടായിരുന്ന അബ്സീനയിലെ രാജാവിനെ, ഹബ്ശയിലെ രാജാവിനെ ഇയാൾ അറിയിച്ചു. ഫഅർസല ഇലൈഹി ഹാദൽ ഫീൽ അൽ അളീം, അതുകൊണ്ടാണ് അത്രേ ഈ രാജാവ്, ഹബ്ശയിലെ രാജാവ്, ഈ കഅബ പൊളിക്കാൻ വേണ്ടി ഒറ്റയടിക്ക് കയറ് കെട്ടി വലിച്ച് അങ്ങനെ തന്നെ താഴെയിടാൻ വേണ്ടി എന്നാണ് പഴയകാല തഫ്സീറുകളിൽ കാണുന്നത്. മനസ്സിലായി? ആനനെ കൊണ്ട് വലിപ്പിച്ച് മുഴുവനായി ഒന്നാകെ പൊളിക്കാൻ വേണ്ടി, വലിച്ച് മറിച്ചിടാൻ വേണ്ടി. അങ്ങനെ ഈ ആനയെ ഹബ്ശയിലെ രാജാവ് യമനിലെ രാജാവിന് അയച്ചു കൊടുത്തു അത്ര. ഖീല, ഇങ്ങനെ പറയപ്പെടുന്നു, വകാന മഅഹു സിത്തത ഫീല ലിതുസാഇദഹു, മാത്രമല്ല ഈ വലിയൊരു ആനയുടെ കൂടെ 60 ആനകളെ വേറെയും അയച്ചു കൊടുത്തിരുന്നു എന്നും പറയപ്പെടുന്നു. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പുള്ള ചരിത്രമാണല്ലോ, ഇപ്പൊ ഹദീസ് പോലെ രേഖപ്പെടുത്തപ്പെടില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ. ഫജാഅ മലികുൽ യമൻ ബിജുനൂദിഹി ലിയഹ്ദിമൽ കഅബത അലാ സഅമിഹി, കഅബ പൊളിക്കാൻ വേണ്ടി അങ്ങനെ യമനിലെ സൈന്യം, യമനിലെ രാജാവ് അയാളുടെ സൈന്യത്തോടൊപ്പം എത്തി. അപ്പോൾ പഴയകാല തഫ്സീറുകളിൽ കാണുന്നത് അറബികളെല്ലാവരും ഒരു മക്കൾക്ക് അടുത്തുള്ള ഒരു കുന്നിൻ്റെ മുകളിൽ പോയി ഒളിച്ചു നിന്നാണ്. ഇവർക്കൊരു നിലക്കും തടയാൻ പറ്റാത്ത സൈന്യമാണ്. അബ്ദുൽ മുത്തലിബ് ആ സമയത്തുണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബ്. അയാൾ അള്ളാഹുവിനോട് കഅബയുടെ കില്ല പിടിച്ച് പ്രാർത്ഥിച്ചു. പാടിയ കവിത ഒക്കെ തഫ്സീറിൽ കാണാം. അല്ലാഹു അഅലം അതിൻ്റെ ഒക്കെ അവസ്ഥ എന്താണെന്ന്. വലാകിൻ അല്ലാഹ സുബ്ഹാനഹു ഹാഫള ബൈതഹ, അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ഭവനത്തെ സംരക്ഷിച്ചു. ഫലമ്മ വസലു ഇലാ മകാനിൻ യുസമ്മ അൽ മുഗമ്മസ്, അങ്ങനെ ഈ ആളുകൾ, കഅബ പൊളിക്കാമെന്ന ആളുകൾ
മുഹമ്മസ് എന്ന സ്ഥലത്ത് കഅബ മക്കയുടെ അടുത്തുള്ള ഈ സ്ഥലത്തെത്തിയപ്പോൾ വഖഫൽ ഫീൽ വഹറൻ, ഈ പൊളിക്കാവുന്ന ആന പിന്നെ അനങ്ങുന്നില്ല, അവിടെ തന്നെ നിന്നു, ഒറ്റ നിൽപ്പ്, ഇത് പിന്നെ മുന്നോട്ടേക്ക് നീങ്ങുന്നില്ല. വഅബ അൻ യത്തജിഹ് ഇലൽ കഅബ, കഅബയുടെ നേരേക്ക് ഈ ആന നീങ്ങുന്നില്ല. ഫസജറഹു സായിസുഹു വലാകിന്നഹു അബ, അപ്പൊ ഈ ആനയെ തെളിക്കുന്ന ഒരാളുണ്ടാവല്ലോ, അതിതിനെ ആനപാപ്പാൻ അതിനെ നിർബന്ധിച്ചു, അതിനെ അങ്ങോട്ടേക്ക് ശക്തിയായി അങ്ങോട്ടേക്ക് നീങ്ങാൻ വേണ്ടി അതിന് നിർദ്ദേശം നൽകി. വലാകിന്നഹു അബ, ആന അനങ്ങുന്നില്ല, അങ്ങോട്ടേക്ക് അത് വിസമ്മതിക്കുക. ഫഇദാ വജ്ജഹുഹു ഇലൽ യമൻ ഇൻതലഖ യുഹർവിൽ, യമൻ ഭാഗത്തേക്ക് ഈ ആനയെ തിരിച്ച് അങ്ങോട്ടാക്കിയാലോ അത് എണീറ്റ് ഓടാൻ തുടങ്ങുന്നുണ്ട്, വേറെ ഭാഗത്തേക്ക് ആക്കിയാൽ അത് അങ്ങോട്ടേക്കും പോകുന്നുണ്ട്, മക്കൾക്ക് നേരെ തിരിച്ചു വെച്ചാൽ അത് നീങ്ങുന്നില്ല. ഇങ്ങനെ ഉണ്ടായി. ഫഇദാ വജ്ജഹുഹു ഇലൽ യമൻ ഇൻതലഖ യുഹർവിൽ വഇൻ വജ്ജഹുഹു ഇലാ മക്ക വഖഫ്, മക്കയിലേക്ക് അതിനെ തിരിച്ചാൽ പോകുന്നില്ല. വഹാദിഹി ആയത്തും മിൻ ആയാത്തില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ് ഈ കാര്യം. ثم بقوا حتى أرسل الله عليهم طيرا أبابيل ترميهم بحجارة من سجيل, അങ്ങനെ ആ അവസ്ഥയിൽ അവരായിരിക്കെ, കാബ പൊളിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ അവരായിരിക്കെ, ആനയും കൊണ്ടുള്ള ഈ കളിയിലായിരിക്കെ അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ തന്ത്രത്തെ തകർത്ത് കളഞ്ഞു. അള്ളാഹു അവരെ നശിപ്പിച്ചു. ഈ ചെറിയ പക്ഷികളെ അള്ളാഹു റബ്ബുൽ ആലമീൻ അവർക്ക് നേരെ അയച്ചു. സിജീലിൻ്റെ ചുട്ടുപഴുത്ത കല്ലുകൾ കൊണ്ട്, ഇഷ്ടിക കല്ലുകൾ കൊണ്ട് ഈ പക്ഷികൾ അവരെ എറിയുന്നു. അതാണ് അള്ളാഹു പറഞ്ഞത്, അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം طيرا അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജീൽ. ഖാല അൽ ഉലമാ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പറയുന്നു, പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു, തൈറൻ അബാബിൽ എന്ന് പറഞ്ഞാൽ യാനി ജമാഅത്ത് മുതഫർരിഖ, അബാബിൽ എന്ന് പറഞ്ഞാൽ പല പല സംഘങ്ങളായുള്ള പക്ഷികൾ, പല പല കൂട്ടങ്ങളായിട്ടുള്ള പക്ഷികൾ. കുല്ലു തൈരിൻ ഫീ മിൻഖാരിഹി ഹജറുൻ സൽബ്, ഓരോ പക്ഷിയുടെയും അതിൻ്റെ കൊക്കിലുണ്ട് ഈ അതിശക്തമായ ഈ കല്ല്. ചെറുതാണ് പക്ഷെ ശക്തിയുള്ള കല്ലാണ്. പിന്നെ പഴയ തഫ്സീറുകളിലൊക്കെ കാണുന്നുണ്ട്, ഇതിൻ്റെ ഇരു കൈകളിലും ഓരോ കല്ലും കൊക്കിൽ വേർന്നു, അങ്ങനെ 3 എണ്ണം ഓരോ പക്ഷിയുടെ ശരീരത്തിലും. ഓരോ പക്ഷി 3 കല്ല് പിടിച്ചിരിക്കുന്നു എന്നും പഴയ തഫ്സീറിൽ കാണാം. അല്ലാഹു ആലം. മിൻ സിജീൽ, സിജീൽ കൊണ്ടുള്ള കല്ലാണ് എന്ന് പറഞ്ഞാൽ വഹുവ തീനൽ മശ്വി, ചുട്ടുപഴിപ്പിച്ച കളിമൺ കല്ലുകളാണത്. ലിഅന്നഹു യകൂനു അസ്ലബ്, കാരണം അതാണ് ഏറ്റവും മൂർച്ചയുള്ള ഉറപ്പുള്ള കട്ടിയുള്ള കല്ലുകൾ. വഹാദൽ ഹജറു ലൈസ കബീറ, ഇത് വലിയ കല്ലൊന്നുമല്ല, പക്ഷിക്ക് എത്ര ചെറിയ കല്ലല്ലേ പിടിക്കാൻ പറ്റുള്ളൂ അല്ലേ, ചെറിയ കല്ലുകളാണ്. ബൽ ഹുവ സഗീർ യുദ്റബുൽ വാഹിദു മിൻ ഹൗലാ മഅ റഅസിഹി വയഖ്റുജു മിൻ ദുബ്രിഹി വൽഇയാദു ബില്ലാഹ്. ഷെയ്ഖ് പറയാണ്, ഈ പക്ഷി ഈ കല്ല് താഴേക്കിട്ടാൽ ഒരാളുടെ തലയിൽ അത് ചെന്ന് പതിക്കും, തലയിൽ വീഴും, എന്നിട്ട് ഉള്ളിലേക്ക് കിടക്കും, അവസാനം പിന്നിലൂടെ പുറത്തേക്ക് പോകുന്നതാണ്, അയാളുടെ ആ ആസനത്തിലൂടെ അത് പുറത്തേക്ക് പോകുന്നതാണ്. വൽഇയാദു ബില്ലാഹ്, സുബ്ഹാനല്ലാഹ്. അങ്ങനെ എത്രയും ശക്തി ഉണ്ടായിരുന്നു ആ കല്ല്. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, അവർ അല്ലാഹു അസ്ഫും മഅകൂൽ, അക്കലർ തിന്നു, മഅകൂൽ പറഞ്ഞാൽ തിന്നു തീർന്ന, തിന്നപ്പെട്ട അതിൻ്റെ അവശിഷ്ടം, അങ്ങനെയുള്ള പുല്ല് പോലെ അള്ളാഹു അവരാക്കി. ഐ ഷെയ്ഖ് പറയാണ് കസറഇൻ, ഒരു ചെടി പോലെ, അക്കലത് ഹുദ്ദവാബ്, കന്നുകാലികൾ അത് തിന്നു, തിന്നിട്ടോ വവതഅത്ഹു ബിഅഖ്ദാമിഹ, തിന്നിട്ട് ബാക്കി ഇങ്ങനെ അതിൻ്റെ കാലുകൊണ്ട് ചവിട്ടി മെതിച്ചിട്ടുണ്ടാവില്ലേ, ഹത്താ തഫത്തത്, അവസാനം അത് തീരുന്നത് വരെ, നശിക്കുന്നത് വരെ തിന്നിട്ട് അവസാനം ബാക്കി ഇങ്ങനെ ചവിട്ടി മെതിച്ചാൽ അങ്ങനെ ഉണ്ടാവും. അതുപോലെ ഈ ആളുകളെ അല്ലാഹു റബ്ബുൽ ആലമീൻ ആക്കി തീർത്തു. സുബ്ഹാനല്ലാഹ്.
ഇതാണ് ഈ സംഭവം, ചുരുക്കി പറഞ്ഞതാണ്. ഷെയ്ഖ് പറയുന്നു ഹാദാ മുജ്മൽ ഹാദിഹി സൂറ അൽ അളീമ അല്ലതി ബയ്യന അല്ലാഹു സുബ്ഹാനഹു വ തആല ഫീഹാ മാ ഫഅല ബി അസ്ഹാബിൽ ഫീൽ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ സൂറത്തിൽ പറഞ്ഞ അസ്ഹാബുൽ ഫീലിന്റെ കഥ വളരെ ചുരുക്കിയ ഒരു രൂപമാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. വഅന്ന കൈദഹും സാറ ഫീ നുഹൂരിഹിം, അവരുടെ കുതന്ത്രം അള്ളാഹു അവർക്ക് തന്നെ തിരിച്ചടിപ്പിച്ചു. ആ കുതന്ത്രം അള്ളാഹു അവർക്ക് നേരെ തന്നെ തിരിച്ചു വിട്ടു. വഹാകദാ കുല്ലു മൻ അറാദൽ ഹഖ്ഖ ബിസൂഇൻ, ഹഖിനെ ഹക്കായ ഒരു കാര്യത്തെ സത്യത്തെ മോശമായതുകൊണ്ട് നേരിടാൻ ശ്രമിക്കുന്ന എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. മനസ്സിലായോ? നല്ല കാര്യത്തെ മോശം കൊണ്ട് നേരിടുക, സത്യത്തെ തകർക്കാൻ ശ്രമിക്കുക, സത്യത്തിന് നേരെ മോശമായ ഉദ്ദേശവും കൊണ്ടുവന്ന ആരൊക്കെയുണ്ട് അവരുടെയൊക്കെ അവസ്ഥ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഫഇന്നല്ലാഹ തആല യജ്അലു കൈദഹു ഫീ നഹ്രിഹി, അവന്റെ കുതന്ത്രത്തെ അള്ളാഹു അവനിലേക്ക് തന്നെ തിരിച്ചുവിടും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വഖദ് ഹമല്ലാഹു അസ്സ വജല്ല അൽ കഅബ അൻ ഹാദൽ ഫീൽ, അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ ആനയിൽ നിന്ന് അതിനെ കൊണ്ട് വന്ന ആളുകളിൽ നിന്നും കഅബയെ അള്ളാഹു സംരക്ഷിച്ചു. ഇനി വളരെ ശ്രദ്ധിക്കുക. മഅ അന്നഹു ഫി ആഖിരി സമാൻ, ശൈഖ് വേറൊരു കാര്യം പറയാണ്. മഅ അന്നഹു ഫി ആഖിരി സമാൻ സൗഫ യുസല്ലിതു അലൈഹാ റജുലുൻ മിനൽ ഹബ്ശ യഹ്ദിമുഹാ, എന്നാൽ അവസാന കാലത്ത് ഖിയാമത്ത് നാളെടുത്താൽ സൗഫ യുസല്ലിതു അലൈഹ, അല്ലാഹു റബ്ബുൽ ആലമീൻ ആ കഅബ കീഴ്പ്പെടുത്തി കൊടുക്കും. റജുലുൻ മിനൽ ഹബ്ശ, ഈ ഹബ്ശ ഉണ്ടല്ലോ അബിസീനിയ, ആനയെ അച്ചുകൊടുത്ത നാട്ട്, ആ നാട്ടിൽ നിന്ന് തന്നെയുള്ള ഒരാൾക്ക് അല്ലാഹു കഅബയെ കീഴ്പ്പെടുത്തി കൊടുക്കും. മാത്രമല്ല എന്നിട്ട് അയാൾ യഹ്ദിമുഹ, കഅബയെ അയാൾ തകർക്കും. ഹജറൻ ഹജറൻ, ഓരോ കല്ലുകൾ കഷ്ണം കഷ്ണമായി തകർക്കും. ഹത്ത തതശാവാ ബിൽ അർദ്, നിരപ്പാക്കി കളയും, പൊളിച്ച് നിരപ്പാക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച കാര്യമാണ്. സഹീഹുൽ ബുഖാരിയിലൊക്കെ ഉള്ള കാര്യമാണ്. സഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ ഹജ്ജിൽ ബാബു ഹദ്മിൽ കഅബ, കഅബ തകർക്കുന്ന അധ്യായം എന്ന് തന്നെ ഇമാം ബുഖാരി അധ്യായം കൊടുത്തിട്ടുണ്ട്. ഖിയാമത്ത് നാളിൽ ഹബ്ശയിൽ നിന്നുള്ളൊരു മനുഷ്യൻ വന്ന് കഅബ തകർക്കും. അത് ഖിയാമത്ത് നാളിൻ്റെ വലിയ ലക്ഷണങ്ങളിൽപ്പെട്ടൊരു ലക്ഷണമാണ്. ചെറുതും വലുതുണ്ടല്ലോ. ചെറിയ ലക്ഷണങ്ങളാണ് കൊലപാതകങ്ങൾ വർദ്ധിക്കുക, വ്യഭിചാരം വർദ്ധിക്കുക, തിന്മകൾ വർദ്ധിക്കുക, അങ്ങനത്തെ ഒക്കെ. വലിയ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ് മസീഹുദ് ദജ്ജാൽ, ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വരവ്, ഇമാം മഹദി, അതുപോലെ സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിക്കുക, ഈ പറഞ്ഞത് കഅബ തകർക്കുക, ഇതൊക്കെ വലിയ വലിയ ലക്ഷണങ്ങൾ. അങ്ങനെ കഅബ തകർക്കും. ലിഅന്ന ഖിസ്സത അസ്ഹാബുൽ ഫീൽ, ഷെയ്ഖ് പറയാണ് കാരണം അസ്ഹാബുൽ ഫീലിന്റെ കഥ മുഖദ്ദമത്തുൻ ലിബിഅസത്തി റസൂലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം. ഈ അസ്ഹാബുൽ ഫീൽ, ഈ ആനയുടെ ഈ സംഭവം നടക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിക്കുന്നതിന്റെ മുമ്പാണ്. ഈ വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചിട്ടുള്ളത്. ഈ സംഭവം നടന്ന അതേ വർഷം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പ്രവാചകൻ ആയി കൊണ്ടുവരുന്നതിന് കുറച്ച് മുമ്പാണ്, അതിൻ്റെ ആരംഭത്തിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അതിൻ്റെ തുടക്കമെന്നോണം അല്ലതി യകൂനു ഫീഹാ തഅദീമുൽ ബൈത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നബിയായി നിയോഗിച്ചാൽ എന്താണ് പിന്നെ നടന്നെന്താ? കഅബയെ അതിൻ്റെ യഥാർത്ഥ ആദരവ് കഅബക്ക് കൊടുക്കൽ ആണ് നടന്നിട്ടുള്ളത്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയിൽ നിന്ന് ശിർക്ക് തുടച്ചു നീക്കി. വടിയെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ ഉള്ളിൽ കയറി. അവിടെ ഉണ്ടായിരുന്ന 300-ൽ പരം ബിംബങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു പൊളിച്ചു. ജാ അൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ തകർത്തു. കഅബ ശുദ്ധിയാക്കി. കഅബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധീകരിച്ചു. മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് കഅബ എത്തി. എന്നാൽ അപ്പോൾ കഅബയെ യഥാർത്ഥ ആദരവ് നൽകുന്ന കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്നത്. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ കഅബ പൊളിക്കാൻ വന്ന ആളുകളെ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ വഅമ്മാ ഫി ആഖിരി സമാൻ, അവസാന കാലത്ത് ഫഇന്ന അഹ്ലൽ ബൈത്ത് ഇദാ അഹാനു വഅറാദു ഫീഹി ബിഇൽഹാദിൻ ബിദുൽമിൻ
വലം യഅരിഫു ഖദ്റഹു ഹീനഇദിൻ യുസല്ലിതുല്ലാഹു അലൈഹിം മൻ യഹ്ദിമുഹു. അവസാന കാലത്ത് എന്താ സംഭവിക്കുക? സുബ്ഹാനല്ലാഹ്, കഅബ അതിനെ സംരക്ഷിക്കേണ്ട ആളുകൾ, മക്കക്കാരായ ആളുകളുണ്ടല്ലോ, അവരതിനെ അങ്ങേയറ്റം അപമാനിക്കും, തിരിഞ്ഞു നോക്കൂല. അതുപോലെ അവിടെ അതിൻ്റെ ഉള്ളിൽ വെച്ച് തോന്നിവാസങ്ങൾ ചെയ്യാൻ ആളുകൾ മുതിരും. ഏറ്റവും വൃത്തികെട്ട ആളുകളായിരിക്കുമല്ലോ ആ സമയത്ത് ഉണ്ടാവുക, ഖിയാമത്ത് നാളിൻ്റെ തൊട്ടു മുമ്പുള്ള അവസ്ഥയിൽ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയും അങ്ങനെ തന്നെ ആയിരിക്കും. പട്ടികളൊക്കെ കയറി ഇങ്ങനെ നിരങ്ങുന്ന അവസ്ഥയിൽ മദീനത്തെ പള്ളിയിൽ. അതുപോലെ മക്കയും ആളുകൾ അതിനെ അപമാനിക്കും. അതുപോലെ അതിൽ അക്രമങ്ങൾ കാണിക്കാൻ ജനങ്ങൾ തുണിയും. അതിൻ്റെ ഖദർ, ഇതെന്താണ്, ഇതിൻ്റെ വില എന്താണ് എന്നവർ മനസ്സിലാക്കാത്ത കാലം വരും. ഖുർആൻ ഉയർന്നു പോവില്ല അല്ലേ? അങ്ങനെയൊക്കെയുള്ള അവസാനത്തെ ആ കാലം, ആ സമയത്ത് ഹീന ഇതിൻ അതിനെ ആദരിക്കേണ്ട ആളുകൾ അതിനെ നിന്ദിച്ചാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അതിനെ പൊളിക്കാൻ വരുന്നവന് അതിന് നേരെ കഅബ കീഴ്പ്പെടുത്തി കൊടുക്കും. ഹത്താ ലാ യബ്ഖാ അലാ വജ്ഹിൽ അർദ്, ഭൂമിക്ക് മുകളിൽ അങ്ങനെ ഒന്നില്ലാതായി മാറും. അല്ലാഹുവിൻ്റെ ബൈത്ത് തകർക്കപ്പെടും. വലിഹാദാ യജിബ് അലാ അഹ്ലി മക്ക ഖാസ്സ, ഷെയ്ഖ് പറയാണ്, മക്കയും മദീന ഉൾക്കൊള്ളുന്ന നാട്ടിൽ നിന്നാണല്ലോ ഇത് പറയുന്നത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, അതുകൊണ്ട് മക്കയിലുള്ള ആളുകൾ പ്രത്യേകിച്ചും അവർ ശ്രദ്ധിച്ചു കൊള്ളട്ടെ. യഹ്തരിസു മിനൽ മആസി വദ്ദുനൂബി വൽ കബായിർ, തെറ്റുകൾ ചെയ്യാതെ, പാപങ്ങളിൽ ഏർപ്പെടാതെ, വൻപാപങ്ങളിലൊന്നും പെട്ടുപോകാതെ തെറ്റുകളെ അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. പ്രത്യേകിച്ച് ആര്? ബിലാദുൽ ഹറമീൻ, പ്രത്യേകിച്ച് മക്കയിൽ താമസിക്കുന്ന ആളുകൾ. ലഅല്ലാ യുഹീനുൽ കഅബ, അവർ കഅബയെ അപമാനിക്കലാണ്. അവർ തെറ്റിൻ്റെ ആളുകളായി മാറിയാൽ അതെന്താണ്? കഅബയെ അപമാനിക്കലാണ്. മക്കത്തും മദീനത്തും വെച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ, തെറ്റുകൾ ചെയ്യാന്ന് പറഞ്ഞാൽ കഅബയെ കൂടി അപമാനിക്കലാണത്. ഫയുദില്ലഹുമുല്ലാഹു അസ്സ വജൽ, അങ്ങനെ ചെയ്താൽ അവരെ അള്ളാഹു നിന്ദ്യരാക്കും. അള്ളാഹു അവർക്ക് പതിത്വം കൊടുക്കും. അവരുടെ എല്ലാ ഇസ്സത്തും അള്ളാഹു എടുത്തു കളയും. നസ്അലുല്ലാഹ തആല അൻ യഹ്മിയ ദീനന, നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അൻ യഹ്മിയ ദീനന, നമ്മുടെ ദീനിനെ സംരക്ഷിക്കുവാൻ. അള്ളാഹു നമ്മുടെ ദീനിനെ കാക്കട്ടെ. വബൈതഹുൽ ഹറാം, അള്ളാഹുവിൻ്റെ ഈ ബൈത്തുൽ ഹറാം, മസ്ജിദുൽ ഹറാമിനെ അള്ളാഹു കാക്കട്ടെ. മിൻ കൈദി കുല്ലി കായിദിൻ, എല്ലാ കുതന്ത്രക്കാരൻ്റെ കുതന്ത്രത്തിൽ നിന്നും. ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. ഇതാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഈ സൂറത്തിൻ്റെ തഫ്സീറായി പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഒരു ചരിത്രം മനസ്സിലായല്ലോ? ഈ ചരിത്രം ആണ് ചുരുക്കി പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ ഒരുപാടുണ്ട്. ഈ പറയപ്പെട്ട കഥകളാണ്, നമ്മളതിലേക്ക് കടക്കുന്നില്ല. ഉപകാരമുള്ളത് പറഞ്ഞു. ഇനി ഈ സൂറത്തിൻ്റെ തഫ്സീർ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറയുകയാണ്, ശ്രദ്ധിക്കണം. എന്താ ഒന്നാമതായിട്ട്? അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ, ഐ അമാ റഅയ്ത മിൻ ഖുദ്റത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ കഴിവ്, അവൻ്റെ ശക്തി നീ കണ്ടില്ലേ? വഅളീമ ശഅനിഹി, അല്ലാഹുവിൻ്റെ മഹത്വമേറിയ കാര്യം നീ കണ്ടില്ലേ? അതുപോലെ വറഹ്മതഹു ബിഇബാദിഹി, അല്ലാഹു റബ്ബുൽ ആലമീനിൻ്റെ അവൻ്റെ അടിമകൾക്ക് അവൻ ചെയ്ത റഹ്മത്ത് നീ കണ്ടില്ലേ? കഅബ അല്ലാഹു നിലനിർത്തി എന്നുള്ളത് നമുക്ക് ചെയ്ത അനുഗ്രഹമാണ്. അതുപോലെ വഅദില്ലത തൗഹീദിഹി, അല്ലാഹു ഏകനാണെന്നതിൻ്റെ തെളിവ് നീ കണ്ടില്ലേ? വസിദ്ഖി റസൂലിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് എന്തിനു കൂടി തെളിവാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്രവാചകനാണ് എന്നതിനും കൂടി ഇത് തെളിവാണ്. കഅബയെ അല്ലാഹു സംരക്ഷിച്ചു എന്നുള്ളത്. അവിടെയാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചത്. ലിതുൻദിറ ഉമ്മൽ ഖുറ വമൻ ഹൗലഹാ, ഉമ്മുൽ ഖുറ മക്കക്കാർക്ക് നീ താക്കീത് നൽകുവാൻ അതിന് ചുറ്റുമുള്ളവർക്കും. കഅബയുടെ ഭൂമിയുടെ നടുവിലല്ലേ മക്ക അല്ലേ? അതിന് ചുറ്റുമുള്ളവർക്കും നീ താക്കീത് നൽകുവാൻ. അതുപോലെ അല്ലാഹു റബ്ബുൽ ആലമീൻ അസ്ഹാബുൽ ഫീലിൽ നിന്ന് കഅബയെ കാത്തു. അല്ലദീന കാദു ബൈത്തുൽ ഹറാം വഅറാദു ഇഖ്റാബഹു, അല്ലാഹുവിൻ്റെ ബൈത്തുൽ ഹറാമിനോട് കുതന്ത്രം പ്രയോഗിച്ച് അതിനെ തകർക്കാൻ വേണ്ടി വന്ന ആളുകളോട്. ഫതജഹസു ലി അജ്ലി ദാലിക്, അവരതിനു വേണ്ടി
ആയുധങ്ങളൊക്കെ സംഭരിച്ചു, സൈന്യത്തെ കൂട്ടി, ആനയെ കൂട്ടി. വസ്തസ്ഹബു മഅഹുമുൽ ഫീല ലിഹദ്മിഹി, ആ വലിയ ആനയും കൊണ്ട് അവർ വന്നു അതിനെ തകർക്കാൻ. വജാഉ ബിജംഇൻ, വലിയൊരു സംഘവുമായിട്ടാണ് അവർ വന്നത്. ലാ ഖിബല ലിൽ അറബി ബിഹി, അറബികൾക്കൊരിക്കലും തകർക്കാൻ പറ്റാത്ത, നേരിടാൻ പറ്റാത്ത വലിയ സംഘവുമായി. മിനൽ ഹബശത്തി വൽ യമൻ, യമനിലെയും ഹബശയിലെയും രണ്ടിടത്തെയും കൂട്ടർ വന്നു. ഇവരും അവരെ സഹായിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഫലമ്മ ഇൻതഹു ഇലാ ഖുർബി മക്ക, മക്കയുടെ അടുത്തവരെത്തിയപ്പോൾ വലം യകുൻ ബിൽ അറബി മുദാഫഅ, അറബികൾക്ക് അവരെ പ്രതിരോധിക്കാൻ സാധിച്ചില്ല. വഖറജ അഹ്ലു മക്ക മിൻ മക്ക, മക്കക്കാർ മക്കയിൽ നിന്ന് പുറത്തുപോയി. അവരെന്ത് ചെയ്തു? വേഗം നാടുവിട്ടു, രക്ഷപ്പെട്ടു. ഖൗഫൻ അലാ അൻഫുസിഹിം മിൻഹും, ഈ ആളുകളെ പേടിച്ചിട്ട്. അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ, പക്ഷേ അവരുടെ കുതന്ത്രം അല്ലാഹു തദ്ലീലിലാക്കി കളഞ്ഞു. വഅർസല അലൈഹിം ത്വയ്റൻ അബാബിൽ ഐ മുതഫർരിഖ, ഷെയ്ഖ് സഅദി പറയാണ് നേരത്തെ പറഞ്ഞതുപോലെ മുതഫർരിഖ, അബാബിലാണ് കൂട്ടങ്ങളാണ്, പക്ഷേ വേറെ വേറെ വ്യത്യസ്തമായ കൂട്ടങ്ങൾ. തർമീഹിം ബിഹിജാറത്തി മിൻ സിജ്ജീൽ തഹ്മിലു ഹിജാറത്തൻ മുഹ്മാത് മിൻ സിജ്ജീൽ ഫറമത്ഹും ബിഹാ വതതബ്ബഅത് ഖാസിയഹും വദാനിയഹും, ഈ കല്ലുകൾ, ചുട്ടുപഴുപ്പിച്ച കല്ലുകൾ ഈ പക്ഷികൾ അവർക്ക് നേരെ എറിഞ്ഞു. അവരിൽ ഏറ്റവും മുകളിലുള്ളവനെയും ഏറ്റവും താഴെയുള്ളവനെയും എല്ലാവർക്കും അത് തട്ടിയെന്നാണ്. അവരെല്ലാവരും മരിച്ചിട്ടില്ല എന്ന് പഴയകാല തഫ്സീറുകൾ കാണാം. എല്ലാം ഈ കല്ല് കെട്ടി ചത്തിട്ടില്ല, കുറേ എണ്ണം ഓടി രക്ഷപ്പെട്ടു. ചിലരുടെയൊക്കെ അവയവങ്ങൾ ഇങ്ങനെ കഷ്ണം കഷ്ണമായി വീണുപോയി. ഈ പൊളിക്കാൻ വന്ന രാജാവ് അങ്ങനെ ആയിരുന്നു എന്നാണ് ഇബ്നു കസീറിലൊക്കെ കാണുന്നത്. അയാളിങ്ങനെ ഓരോ അവയവമായി വീണിങ്ങനെ തിരിയുകയാണ്. അവളുടെ ഓരോ അവയവമായി ഇങ്ങനെ ചോർന്ന് വീണു പോവുകയാണ് ശരീരത്തിലെ അവയവങ്ങൾ. അവസാനം ഒന്നും ബാക്കിയില്ലാതെ കാസിം അക്കൂൽ ആയി എന്നാണ് കാണുന്നത്. വല്ലാഹു ആലം. എല്ലാവരെയും അത് ബാധിച്ചു. അങ്ങനെ അവരെല്ലാവരും നശിച്ചുപോയി. വസാറു കാസിം അക്കൂൽ വകഫല്ലാഹു ശർറഹും, അവരുടെ ഷർറിനെ അള്ളാഹു തന്നെ പിടിച്ചു വെച്ചു. വറദ്ദ കൈദഹും ഫീ നുഹൂരിഹിം, അവരുടെ കുതന്ത്രം അവരിലേക്ക് തന്നെ തിരിച്ചുവിട്ടു. വഖിസ്സതുഹും മഅറൂഫ മഷ്ഹൂറ, അവരുടെ ഖിസ്സ, ഈ കഥ വളരെ അറിയപ്പെട്ടതാണ്, പ്രസിദ്ധി ആർജിച്ചതാണ്. വകാനത് തിൽക സന അല്ലതി ഉലിദ ഫീഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ വർഷമാണ് റസൂലുള്ളാഹി ജനിച്ചത്. നേരത്തെ തഫ്സീറിൽ അതില്ലല്ലോ, ഇതിലതുണ്ട്. فصارت من جملة إرهاصات دعوته ومقدمات رسالته فلله الحمد والشكر. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നടന്ന ഒരു മഹത്തായ സംഭവമായിരുന്നു. ഇതാണ് അസ്ഹാബുൽ ഫീലിൻ്റെ സംഭവം. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ദീൻ നന്നായി പഠിക്കുവാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാ ശത്രുക്കളുടെ കൈദിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم زدنا علما نافعا وعملا متقبلا. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.